തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ മോഷണം പോയി. ഡബിൾ ലോക്കർ സുരക്ഷയോടെ കൈകാര്യം ചെയ്യേണ്ട മരുന്നുകളാണ് മോഷണം പോയത്. നാർക്കോട്ടിക്സിന്റെ പരിധിയിൽ വരുന്ന ഉറക്ക ഗുളികകൾ അടക്കമാണ് മോഷ്ടിക്കപ്പെട്ടത്. മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകി. വി ബിനീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ബിനീഷ്, വളരെ ഗുരുതരമായൊരു വിഷയമാണ്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത്തരം ഉറക്ക ഗുളികകൾ ഉൾപ്പെടെ മോഷണം പോയിരിക്കുന്നത്. ആരാണ് ഈ കൃത്യം ചെയ്തത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? പോലീസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? നിലവിൽ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വെള്ളിയാഴ്ചയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്നുകൾ ഇത്തരത്തിൽ മോഷണം പോയിരിക്കുന്നത്. നേരത്തെ ഈ വെള്ളിയാഴ്ച മോഷണം പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് എവിടേക്കാണ് ഈ മരുന്നുകൾ മോഷണം പോയത്, അല്ലെങ്കിൽ ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വ്യക്തമാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം ഈ വെള്ളിയാഴ്ച അനസ്തേഷ്യ വിഭാഗത്തിലെ മരുന്നുകൾ കാണാതായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നാർക്കോട്ടിക് വിഭാഗത്തിൽ വരുന്ന ഉറക്ക ഗുളികകൾ അടക്കം കാണാതെ പോയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ ഒരു വീഴ്ച ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായിരുന്നാലും ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ മരുന്നുകൾ കാണാതായ സംഭവത്തിൽ, അല്ലെങ്കിൽ മോഷണം പോയ സംഭവത്തിൽ അത് പൂഴ്ത്തിവെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്.